എന്നാലും എന്റെ ഗണേഷ് കുമാർ സാറ് എന്തൊക്കെയാണ് ഈ പറയുന്നത്? വ്യക്തി ജീവിതം വളരെ മോശമായാലും കുഴപ്പമില്ല, രാഷ്ട്രീയ പണിപൊളിയായ മതി എന്നാ പറയുന്നത് അല്ലേ? അങ്ങനെയെങ്കിൽ നാളെ കുത്ത് കേസിലെ പ്രതി, MDMA കേസിലെ പ്രതി, ലഹരി കേസിലെ പ്രതി, ഇങ്ങനെയുള്ള ആളുകളൊക്കെ നാളെ ഞാൻ നല്ല അടിപൊളി രാഷ്ട്രീയക്കാരനാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുടെ ഒക്കെ മെമ്പർഷിപ്പ് എടുക്കുക. താങ്കളുടെ മെമ്പർഷിപ്പ് കൊടുക്കുമോ ചോദിക്കുകയാണ്. ആ മെമ്പർഷിപ്പ് വാങ്ങിക്കഴിഞ്ഞാൽ സംഭവം എളുപ്പമായിരിക്കും. രാഷ്ട്രീയ പ്രവർത്തനം അടിപൊളിയാക്കിയാൽ മതിയല്ലോ. വ്യക്തി ജീവിതം എന്ത് ഊളത്തരം കാണിച്ചാൽ എന്താന്നാ പറയുന്നത്? എന്തായാലും മാപ്പുമായിട്ട് ചെന്നിട്ട് ആ ചേച്ചിയുടെ കേസൊക്കെ പിൻവലിപ്പിച്ചിട്ടുണ്ട്. അത് ഇനി മാപ്പാണോ ഭീഷണിയാണോ എന്നൊക്കെ വരും കാലങ്ങളിൽ അറിയാൻ കഴിയുമെന്നുള്ളതാണ്. കർമ്മ എന്നൊരു സാധനം ഉണ്ട്, അത് തിരിച്ചു കിട്ടും എന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നും വേണ്ട. ഈ വിഷയത്തിൽ എന്തെങ്കിലും പറയാനുണ്ടോ സഖാക്കന്മാരെ? നിങ്ങൾ തെറി വിളിക്കാതെ കാര്യങ്ങൾ പറയണം കേട്ടോ. കുറെ സഖാക്കന്മാരും ഇത് തെറി വിളിക്കുന്നുണ്ട്. ഇതിൽ നിങ്ങൾക്ക് യാതൊരു പങ്കുമില്ലാത്ത വിഷയമാണ്. കാരണം ഇദ്ദേഹം ഒരു സഖാവല്ല, അത് ആദ്യം മനസ്സിലാക്കുക. ആള് പറഞ്ഞ വാക്കുകളോട് നിങ്ങൾക്ക് വളരെ യോജിപ്പുണ്ടെങ്കിൽ ഓക്കെ. വ്യക്തി ജീവിതത്തിൽ എന്ത് ഊളത്തരവും കാണിക്കാൻ രാഷ്ട്രീയ അടിപൊളിയായ മതി എന്നുള്ളത് എന്ത് തെറ്റായ സന്ദേശമാണ് കൊടുക്കുന്നത്? സ്കൂൾ കലാലയങ്ങളിൽ നിന്നാണ് നമ്മൾ രാഷ്ട്രീയം തുടങ്ങുന്നത്. ഇദ്ദേഹത്തിന്റെ വാക്ക് കേൾക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വ്യക്തി ജീവിതത്തിൽ എന്ത് ഊളത്തരം ചെയ്യാം, ആരെയും എന്തും ചെയ്യാം. എന്നിട്ട് നമുക്ക് നേരെ രാഷ്ട്രീയത്തിൽ പോയി കസേരയിൽ ഇരുന്നിട്ട് എന്നിട്ട് നല്ല രീതിയിൽ പ്രവർത്തിച്ചാൽ മതി എന്നാ പറയുന്നത്. എന്ത് നല്ല രീതിയിലാണ് പ്രവർത്തിച്ചെന്ന് ഇദ്ദേഹം പറയുന്നത്? ഗതാഗത മന്ത്രിയുടെ ഒരു കാര്യം സൂചിപ്പിക്കാനുണ്ട്, അത് അവിടെ എത്തുമെന്ന് എനിക്കറിയില്ല. അപകടങ്ങൾ കുറയ്ക്കാൻ വേണ്ടിയിട്ട് വാഹനങ്ങളിൽ ലൈറ്റ് 24 മണിക്കൂറും കത്തിക്കണം എന്നൊരു ഓപ്ഷനും വെച്ചുകൊണ്ട് വാഹനങ്ങൾ നിരത്തിലിറക്കിയല്ലോ. ഒരൊറ്റ കാര്യം മാത്രമേ ചോദിക്കാനുള്ളൂ, ഈ വെള്ള വെളിച്ചം കൊണ്ട് ഞങ്ങൾക്ക് ഒന്നും കാണാനില്ലടേ. അങ്ങോട്ടും ഇങ്ങോട്ടും കാണാനില്ല, രാത്രി കാലങ്ങളിൽ ഒന്നും കാണാനില്ല, മഞ്ഞ് വീണാൽ ഒന്നും കാണുന്നില്ല. ഈ ഒരു കാര്യത്തിന് എന്തെങ്കിലും മാറ്റം ഉണ്ടാക്കി തരാൻ കഴിയോ സാറേ? കഴിയുമെങ്കിൽ അതൊന്ന് ചെയ്ത് കാണിക്കുക കേട്ടോ. ഇത്തരം മൂളത്തരങ്ങളൊക്കെ പ്രോത്സാഹിപ്പിക്കാൻ എന്നെ കൊണ്ട് കഴിയില്ല. ഞാനൊക്കെ നല്ല അസല് സഖാവാണ്, അതുകൊണ്ട് പറഞ്ഞതാണ്. നല്ല ഉസിരും പുളിയുള്ള സഖാക്കന്മാരുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യും.